വി.ഡി. സതീശന് കുപ്പിയിൽ നിന്ന് വന്ന ഭൂതം പോലൊരു പണി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേര് വി.എം. സുധീരൻ എന്നാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെയൊക്കെയാണോ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സകല പണികളും ഉണ്ടായത്, അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വി.എം. സുധീരനും തുടങ്ങിയിരിക്കുന്നത്. ആദ്യം ഈ പറയുന്ന കരിമണൽ ഖനനത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിനെ ഉപദേശിച്ചു. പിന്നീട് ഈ പറയുന്ന മദ്യം, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ ഈ എറണാകുളം അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിൻ്റെ പേര് മാറ്റണമെന്നത് അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് വന്നു. ഓരോ തവണയും വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഭൂതകാലം ചികഞ്ഞ് പുറത്തിടുന്നുണ്ട്. അതുമാത്രവുമല്ല, വമ്പൻ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും കാരണമാകുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ ആയുസ് കുറയ്ക്കാൻ വി.എം. സുധീരൻ കാരണമാകുമോ? വി.എം. സുധീരൻ്റെ ഒരു രീതി പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. കെ. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് വി.എം. സുധീരൻ സ്പീക്കറായിരുന്നു. അപ്പോൾ പ്രതിപക്ഷത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കെ.ആർ. ഗൗരിയെ പോലുള്ള നേതാക്കളൊക്കെയാണ്. കരുണാകരൻ്റെ ഒരു ദൗർഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം പാർട്ടിയുടെ സ്പീക്കർ പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിന്നിട്ടും മുഖ്യമന്ത്രിയെ എതിർത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. കാരണം അതൊരു വല്ലാത്ത അനുഭവമാണ്. നിയമം അനുസരിച്ചിട്ട്, ചട്ടവും അനുസരിച്ചിട്ട് സ്പീക്കർക്ക് ഗവൺമെൻറ്റിനെ താങ്ങി നിർത്താനുള്ള ബാധ്യതയുണ്ട്. പ്രോ ഗവൺമെൻറ് അപ്രോച്ച് ആയിരിക്കണം. പക്ഷെ അങ്ങനെ ഒരു പ്രോ ഗവൺമെൻറ് അപ്രോച്ച് എടുക്കാതിരുന്ന സ്പീക്കറായിരുന്നു വി.എം. സുധീരൻ. സുധീരൻ്റെ ഒരു രീതിയുണ്ട്. അങ്ങനെ ഒരു ഒറ്റയാൾ പോക്കാണ്. അത് പലപ്പോഴും പ്രതിപക്ഷത്തിന് സഹായകരമാവുകയും ഭരണപക്ഷത്തെ, അതായത് കോൺഗ്രസ്സിനെ വെട്ടിലാക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ പ്രതിസന്ധിയിലാക്കിയതിൽ സുധീരന് വലിയ പങ്കുണ്ടായിരുന്നു. വിശേഷിച്ചും മദ്യനയത്തിൻ്റെ കാര്യത്തിൽ സുധീരനെടുത്ത നിലപാടുകൾ ശരിയായിരുന്നില്ല. അതൊരു ഗവൺമെൻറ്റിൻ്റെ പതനത്തിലും തുടർഭരണം കിട്ടാവുന്ന സാഹചര്യം ഇല്ലാതാക്കുന്നതിലേക്കും അത് എത്തിക്കാനുണ്ടായത്. ആ സുധീരൻ എന്നും അങ്ങനെയാണ്. കരുണാകരനായിരിക്കുന്ന സമയത്ത് കരുണാകരന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സുധീരൻ ആകെ അനുകൂലമായ നയങ്ങൾ സ്വീകരിക്കുന്നത് എ.കെ. ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മാത്രമാണ്. ബാക്കി ആര് മുഖ്യമന്ത്രി കോൺഗ്രസ് എന്നായിരുന്നാലും സുധീരൻ്റെ സമീപനം അങ്ങനെ തന്നെയായിരുന്നു. സുധീരൻ എപ്പോഴും ഒരു റബലായിട്ട് നിൽക്കുകയും ഒരു പ്രോ ഒപ്പോസിഷനും പ്രോ ലെഫ്റ്റുമായിട്ട് തീരുകയും ഒരു പ്രോ CPM നിലപാട് എന്നും സ്വീകരിക്കുകയും CPMനെ വിമർശിക്കാൻ പിശുക്ക് കാണിക്കുകയും ചെയ്യുന്നൊരു സമീപനം സുധീരനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കക്ഷിയായിരുന്നു സുധീരൻ. ആലപ്പുഴ MP ആയിരുന്ന സമയത്തും സുധീരൻ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് അവിടുത്തെ കോൺഗ്രസ്സുകാരെയല്ല, CPMൻ്റെ ലോക്കൽ നേതാക്കളായിരുന്നു. അവരോടെല്ലാം വളരെ ഹൃദ്യമായിട്ട് പെരുമാറുകയും കോൺഗ്രസ്സുകാർ ചെന്ന് കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് അവരോട് പെരുമാറാറില്ലായിരുന്നു എന്ന് അന്നേ പരാതി ഉണ്ടായിരുന്നു. സുധീരൻ്റെ ഒരു രീതി അതാണ്. അപ്പോൾ സുധീരൻ ഇപ്പോൾ തുടങ്ങിയതല്ല ഇതെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ ചുരുക്കം. അത് സുധീരൻ്റെ സ്വഭാവമാണ്. ഇനിയിപ്പോൾ ഈ 80 വയസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ഇനി ആ മാറ്റങ്ങളൊക്കെ വരുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. പക്ഷെ തീർച്ചയായിട്ടും സുധീരൻ്റെ നിലപാടുകൾ സ്വതേ ദുർബലയായിരിക്കുന്ന കോൺഗ്രസ് ഭരണത്തെ കൂടുതൽ ദുർബലമാക്കിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഞാൻ ഈ സ്വതേ ദുർബലയായിരിക്കുന്നു എന്ന് പറയേണ്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിയും ക്യാബിനറ്റിലെ ബാക്കി മന്ത്രിമാരും തമ്മിൽ ഒരു പൊരുത്തക്കേട് ഇപ്പോഴേ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും പറയുന്ന മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു. മുഖ്യമന്ത്രി ക്യാബിനറ്റിലെ സഹപ്രവർത്തകരോടും പാർട്ടിയിലെ നേതൃത്വത്തോടും ചർച്ച ചെയ്യുകയോ അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് രമ്യതയിലെത്തുകയോ ചെയ്യുന്നില്ല. പകരം മുഖ്യമന്ത്രി തന്നിഷ്ടത്തോടു കൂടി പെരുമാറുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ താൻ ചെയ്യുന്നു, മുഖ്യമന്ത്രി എടുക്കേണ്ട തീരുമാനങ്ങൾ മുഖ്യമന്ത്രി എടുക്കുന്നു. പക്ഷേ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ വരികയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടാണ് ഇവർ അധികാരത്തിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ അഭിപ്രായം എന്താണ് എന്നുകൂടി ആരായാലും ശ്രമിക്കേണ്ടി വരും. അതിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലൊക്കെ അത് വളരെ കർശനമാണ്. കാരണം
നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ ഫയലുകൾ AKG സെൻറ്ററിൽ കൊണ്ടുപോയി നോക്കിയിട്ട് അവിടെ നിന്ന് തീരുമാനങ്ങൾ എഴുതുകയും ആ തീരുമാനങ്ങൾ വായിക്കുകയും ചെയ്യുന്ന പണിയായിരുന്നു നയനാർക്ക് ഉണ്ടായിരുന്നത്. നയനാർക്ക് തീരുമാനം എടുക്കാൻ അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പത്രസമ്മേളനമൊക്കെ നടക്കുന്ന സമയത്ത് ഈ തീരുമാനങ്ങളാണ് മന്ത്രിസഭയുടെ തീരുമാനങ്ങളായിട്ട് നയനാർ പറഞ്ഞുകൊണ്ടിരുന്നത്. നയനാർ പിന്നെ അതിനകത്ത് യാതൊരു മടിയും കാണിച്ചില്ല. പാർട്ടി എന്തെങ്കിലും ആയിക്കോട്ടെ, തനിക്ക് ഈ പദവിയിലിരിക്കാമല്ലോ എന്ന് കരുതി പുള്ളി ആ പദവിയിലിരുന്നു. പക്ഷേ അതിനൊരു മാറ്റം കഴിഞ്ഞ പ്രാവശ്യം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ മന്ത്രിയായി കഴിഞ്ഞപ്പോഴേക്കും പാർട്ടിക്ക് വലിയ റോള് ഇല്ലാതെ പോയി. പിന്നെ അതിന് മാത്രമല്ല, അതിന് ചക്കിക്കൊത്ത ഒരു ശങ്കരൻ എന്ന നിലക്ക് ഈ മറ്റേ MV ഗോവിന്ദനെ പോലെയുള്ള ഒരു പാർട്ടി സെക്രട്ടറി അവിടെ ഉണ്ടാകുകയും കൂടി ചെയ്തതോടുകൂടി അത് തീർന്നുപോയി. പിന്നെ അത് മാത്രവുമല്ല, ഈ പിണറായി വിജയൻ്റെ വളർച്ചയ്ക്കൊപ്പം ആ പാർട്ടിയിൽ പിന്നെ പിണറായിക്ക് എതിരില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു സമീപനത്തോടു കൂടി പോകാൻ കോൺഗ്രസ്സിന് പറ്റില്ല. മുഖ്യമന്ത്രിക്ക് ഒരുപാട് കാര്യം ഇപ്പം തന്നെ മുഖ്യമന്ത്രി എത്ര ഭാഗത്ത് തിരുത്തേണ്ടി വന്നു. ഈ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് വരുന്ന സമയത്തും ഇതൊക്കെ തന്നെയായിരുന്നു പ്രശ്നങ്ങൾ. ഈ വിഴിഞ്ഞം പദ്ധതി സത്യത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് അന്നത്തെ പോർട്സ് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ബാബുവാണ്. കാരണം ഇതെന്തായാലും വരണം എന്നുള്ള കാര്യം കെ ബാബു നിർബന്ധിച്ച് അത് ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു ബോൾഡ് ഡിസിഷൻ എടുത്ത കാരണമാണ് ആ പ്രോജക്റ്റ് അവിടെ വന്നത്. ആ പ്രോജക്റ്റ് വരുന്ന കാലത്ത് തീർച്ചയായിട്ടും ഇവരെതിരായിരുന്നു. CPM എതിരായിരുന്നു, സുധീരനും എതിരായിരുന്നു, കോൺഗ്രസ്സിനകത്തുള്ള കുറേ വിഭാഗവും എതിരായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വരുത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപായിട്ട് സോണിയാഗാന്ധിയുടെ അഭിപ്രായങ്ങൾ തേടുകയും ആ അഭിപ്രായം ശരിയാണ് എന്ന് സമ്മതിക്കുകയും വേണം എന്നൊരു നിലപാടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി പിന്നെ അതെല്ലാം പോയി പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വന്നത്. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് വിഴിഞ്ഞം. ഏറ്റവും വലിയ പ്രോജക്റ്റാണ്. അപ്പോഴെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു നരേറ്റീവ് കൊണ്ടുവന്നത് ഇത് അദാനി വരുന്നു എന്നാണ്. അപ്പം ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, അദാനി ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതൊക്കെ തെറ്റ്, യൂസഫ് അലി ആരംഭിക്കുന്നതൊക്കെ ശരി. ഇതെങ്ങനെ ശരിയാകും? യൂസഫ് അലിയും പിന്നെ അദാനിയും ഈ ഇന്ത്യൻ പൗരന്മാരാണല്ലോ. യൂസഫ് അലി ഒരു പ്രോജക്റ്റ് കൊണ്ടുവരണമെങ്കിൽ അത് മഹത്തായ പ്രോജക്റ്റ്. അദാനി കൊണ്ടുവരുന്ന സമയത്ത് അത് തെറ്റ്. അദാനി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷെ അദാനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ആരായിരുന്നു? പിണറായിയുടെ സർക്കാരായിരുന്നു. AK സെൻട്രലിൽ വിളിച്ച് സ്വീകരിച്ച് എന്തും ചെയ്യും അവർ. അതിലൊന്നൊരു തർക്കമില്ല. ഇപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇപ്പം അദാനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെന്താ കാര്യം എന്ന് വെച്ചാൽ സതീശൻ ഗവൺമെൻറ്റിനെ വെട്ടിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സതീശൻ ഗവൺമെൻറ് ഇവരുടെ ഭാഗമായിട്ട് വെട്ടിലാകുകയും ചെയ്യും. അതിലും തർക്കമില്ല. കാരണം സതീശന് പാർട്ടിയിൽ നിന്ന് പിന്തുണയില്ല എന്നുള്ളതാണ്. പാർട്ടിയുടെ പിന്തുണ ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിക്ക് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾ താഴെ തട്ടിലേക്ക് എത്തി നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ പാർട്ടിയുടെ പിന്തുണ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷെ സതീശന് നാളിതുവരെ ഉള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണെങ്കിൽ പാർട്ടിയുടെ പിന്തുണയില്ല. KC എതിരാണ്. രമേശ് അത്ര തൃപ്തിയിലല്ലാതിരിക്കുന്നു. KC പക്ഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, KC പക്ഷം നേരത്തെ ഉണ്ട്. MLA-മാരിൽ മഹാഭൂരിപക്ഷം പേരും KCയുടെ കൂടെയാണ്. സുധീരൻ KCയുടെ കൂടെ ആയിരിക്കില്ല. സുധീരൻ ഒറ്റയ്ക്ക് നിൽക്കുള്ളൂ. പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുന്ന സുധീരൻ പല ഗ്രൂപ്പുകൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള ഡാമേജ് ഗവൺമെൻറ്റിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സുധീരൻ അവിടെ നിൽക്കുന്നു എന്നുള്ളതും സുധീരനെ കൂടി എന്നാൽ സുധീരൻ സതീശന് വേണ്ടി നിലകൊണ്ട ഒരാളാണ്. പക്ഷെ സതീശൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറി. ഇപ്പം മദ്യത്തിൻ്റെ പ്രശ്നത്തിൽ എടുത്തു. ഈ മദ്യം നിരോധിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ലളിതമായൊരു സത്യമാണ്. ലോകത്തൊരിടത്തും ലഹരി വിമുക്തമായൊരു സമൂഹം ഉണ്ടായിട്ടില്ല. സമ്പൂർണ്ണമായി മദ്യമില്ലാത്തൊരു സമൂഹം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പഴയ നിയമം വായിക്കുമ്പോൾ ലോകത്തിനെ കള്ളു കുടിച്ച് കിടത്തിയതല്ലേ, നമുക്കറിയാവുന്നൊരു കാര്യമല്ലേ. ആ സമൂഹത്തിലുണ്ടായിരുന്നു.
നമ്മൾ വേദകാലത്തെക്കുറിച്ച് വേദം വായിക്കുന്ന സമയത്ത് നമുക്കറിയാം അന്ന് അവിടെ മദ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ചേട്ടൻ ബലരാമൻ ഭയങ്കര മദ്യപാനിയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബലരാമനെ പോലെ കള്ളു കുടിക്കരുതെന്ന് അതെ ഉപദേശിക്കുന്നു. അതെ അതെ അതാ എന്താന്ന് വെച്ചാൽ നീലക്കടമ്പ് വാറ്റിയെടുത്ത ചാരായമായിരുന്നു അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മദ്യം കഴിക്കണം എന്നുള്ളതല്ല, സമ്പൂർണ്ണമായി മദ്യവിമുക്തമായ ലഹരി വിമുക്തമായ ഒരു സമൂഹം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെ നിരോധിച്ചാൽ അത് നിലനിൽക്കില്ല, നിയന്ത്രിക്കാനേ പറ്റൂ. ആ നിയന്ത്രണത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും. പക്ഷേ അത്തരത്തിലുള്ള ഏത് കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും ഉടനെ അതിനകത്തേക്ക് ചാടി വീഴും. മലയാളിയുടെ ഒരു കാപട്യമുണ്ട്. ഇത്രയും കൂടുതൽ പെർ ക്യാപിറ്റ മദ്യം വിറ്റുപോകുന്ന ഒരു രാജ്യം വേറെ, സംസ്ഥാനം വേറെ ലോകത്തില്ല, ഇന്ത്യയിലില്ല. ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ മദ്യപാനം നടക്കുന്ന സ്ഥലമാണ്. എന്നാലും പരസ്യമായിട്ട് മലയാളികൾ എന്ത് ചെയ്യും? മദ്യത്തെ എതിർക്കുകയും ചെയ്യും. മദ്യപാനം ശരിയല്ല എന്നും പറയും. ഇതാണ് മലയാളികളുടെ ഒരു ശീലം. ആ ഒരു കാപട്യം അത് വെച്ചുകൊണ്ടാണ് നമ്മൾ മദ്യനയം രൂപീകരിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാ മലയാളിക്കും അദാനിയെപ്പോലെ സമ്പന്നനാകണമെന്ന് ആഗ്രഹമുണ്ട്. ആകാൻ കഴിയാത്ത കാരണം അയാളുടെ അസൂയയുമുണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ അദാനിയോടുള്ള സമീപനം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ അത് ശരിയാകില്ല, ഇത് ശരിയാകില്ല എന്ന് പറയും. അപ്പോൾ അദാനി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ അദാനി വന്നു കഴിഞ്ഞിട്ട് ആ പോർട്ടിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായിട്ട് അത് മാറുമ്പോൾ അതനുസരിച്ച് തിരുവനന്തപുരത്ത് വലിയൊരു വികസനം വരുമല്ലോ, സ്വാഭാവികമായിട്ട് വരുന്നതല്ലേ. ഇപ്പോൾ കൊച്ചി ആദ്യകാലത്ത് വികസിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നെന്തായിരുന്നു? കൊച്ചി തുറമുഖം ഉണ്ടായിരുന്നത് തന്നെയാണ്. അത് ലോകത്തെവിടെയും തുറമുഖ നഗരങ്ങളല്ലേ ആദ്യം വികസിച്ചു വരുന്നത്. ലോകത്തിൻ്റെ ഒരു ചരിത്രം അങ്ങനെയല്ലേ. പക്ഷേ അങ്ങനെ ഒരു തുറമുഖം വരുന്നതിന് അവിടുത്തെ ലത്തീൻ സഭയും എതിരായിരുന്നു. സുധീരൻ ആ ലത്തീൻ സഭയുടെ കൂടെയായിരുന്നു. ഇപ്പോൾ ആരുടെ കൂടെയാണെന്ന് അറിയില്ല. എന്തായാലും ശരിയാണ്, താൻ നേരത്തെ പറഞ്ഞതിൽ സുധീരഭൂതത്തെ വേണ്ട രീതിയിൽ തളക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സതീശൻ അതുതന്നെയായിരിക്കും പാരയായി മാറുക.